السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള സഹോദരന്മാരെ, സമസ്തയുടെ ചരിത്ര പഠനം അതാണല്ലോ ക്ലാസ്. ഇപ്പൊ ഇന്ന് പലരുടെയും വോയിസ് വന്നത്, ചില ആളുകൾ പറയുന്നു ഇത് അരമണിക്കൂർ വേണം എന്ന് ചുരുങ്ങിയത്, മറ്റവർ പറയുന്നു 15 മിനിറ്റിലധികം വേണ്ട. ഒരു സമവായത്തിൽ എല്ലാവരും എത്തിയാൽ നന്നായിരുന്നു. അത് എനിക്കൊരു അഭിപ്രായം അതിലുണ്ട്. ഒരു 15 മിനിറ്റുള്ള 2 ക്ലിപ്പ് ആക്കുക. എന്നാൽ ഒരു സമയത്ത് ഒരു 15 മിനിറ്റ് കേൾക്കാം. പിന്നെ 24 മണിക്കൂറിൽ ഒരിക്കലല്ല, ആകെ അരമണിക്കൂർ ഉണ്ടാവുള്ളൂ. പിന്നീട് പ്രത്യേകങ്ങൾ ഒഴിവുള്ള സമയത്ത് ബാക്കിയുള്ള 15 മിനിറ്റ് കേൾക്കാം. അല്ല, അതൊന്നും വേണ്ട, 15 മിനിറ്റ് തന്നെ മതി എന്ന അഭിപ്രായമാണെങ്കിൽ അൽഹംദുലില്ലാഹ്, എനിക്കും അത് സന്തോഷമാണ്. അത് നിങ്ങളൊന്ന് ശബ്ദം കേൾക്കുന്നവരൊക്കെ ഒന്ന് കൂടി ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തണമെന്ന് ആദ്യമായി പറയുന്നു. പിന്നെ ദൈവത്തായിട്ട് എനിക്ക് വന്നൊരു മെസ്സേജ്, ആ മെസ്സേജിനെ കുറിച്ച് ഒരു 15 മിനിറ്റ് ഇന്ന് ഞാൻ പ്രതിപാദിക്കുന്നുള്ളൂ. പിന്നെ എല്ലാവരുടെയും തീരുമാനം അതിനെ 2 ക്ലിപ്പാക്കിയിട്ട് നാളെയോ അങ്ങോട്ടൊക്കെ നമുക്ക് വന്നതുപോലെ ചെയ്യാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വന്ന മെസ്സേജ് മറ്റൊന്നുമല്ല, സമസ്തയെക്കുറിച്ച് ഇപ്പൊ ഏതൊക്കെ കേസുകളാണ് നിലനിൽക്കുന്നത് എന്നാണ്. കേസുണ്ട് എന്നുള്ളതൊരു സത്യമാണല്ലോ. കണ്ണിയത്ത് ഉസ്താദിനെതിരെ കേസ് കൊടുത്ത നിലവിലുണ്ടോ? ശംസുൽ കേസ് കൊടുത്ത നിലവിലുണ്ടോ? ഈ ബഹുമാനപ്പെട്ടവരൊക്കെ വഫാത്തായി പോയിട്ട് തന്നെ ഏകദേശം 20 കൊല്ലം, അതുപോലെ 16 കൊല്ലം ഒക്കെ കഴിഞ്ഞു. മരണപ്പെട്ടാൽ തന്നെ ഈ കേസുണ്ടെങ്കിൽ തന്നെ കേസ് പോകണം. പക്ഷെ അങ്ങനെ മരണപ്പെട്ട് കേസ് പോയതൊന്നും അല്ല ഇത് എന്ന് നാം മനസ്സിലാക്കണം. കേസിന്റെ സ്ഥിതി, ഞാൻ അതിന്റെ ഒരു പൊതുസ്ഥിതി നേരത്തെ നമ്മളൊരു ക്ലാസ്സിൽ വിവരിച്ചിട്ടുണ്ട്. എന്നാലും കേസിന്റെ ഒരു പൊതുസ്ഥിതി ഒന്നുകൂടി ഞാൻ ഈ അറിയാത്തവരുടെ അറിവിലേക്കായി ആവർത്തിക്കുകയാണ്. ബഹുമാനപ്പെട്ട മർഹൂം കണ്ണിയത്ത് ഉസ്താദിന് എതിരായി, അല്ലെങ്കിൽ കണ്ണിയത്ത് ഉസ്താദ് ഇന്ന ഒരു ക്രിമിനൽ, ഇന്ന ഒരു അക്രമം ചെയ്തു എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ മർഹൂം മുള്ളാൽ തങ്ങൾ ഒരു കേസും കണ്ണിയത്ത് ഉസ്താദിന്റെ പേരിൽ കൊടുത്തിട്ടില്ല. കണ്ണിയത്ത് ഉസ്താദോ കണ്ണിയത്ത് ഉസ്താദിന്റെ അനുയായികളോ താജുൽ ഉലമയെയോ താജുൽ ഉലമയുടെ അനുയായികളെയോ എന്തെങ്കിലും ഒരു അക്രമം ചെയ്തു എന്ന ഒരു കേസ് താജുൽ ഉലമ അല്ലെങ്കിൽ താജുൽ ഉലമയെ ബന്ധപ്പെട്ടവർ കൊടുത്തിട്ടില്ല. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരോ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെ അനുയായികളോ എന്തെങ്കിലും ഒരു അക്രമം ചെയ്തു എന്ന് പറഞ്ഞ ഒരു കേസ് ബഹുമാനപ്പെട്ട എ.പി. അബൂബക്കർ മുസ്ലിയാരോ എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ അനുയായികളോ അവരും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട താജുൽ ഉലമയോ താജുൽ ഉലമയുടെ അനുയായികളോ എന്തെങ്കിലും ഒരു അക്രമം ചെയ്തു എന്ന് പറഞ്ഞൊരു കേസ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ അനുയായികളും കൊടുത്തിട്ടില്ല. ബഹുമാനപ്പെട്ട എ.പി. അബൂബക്കർ മുസ്ലിയാരോ എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ അനുയായികളോ എന്തെങ്കിലും അക്രമം ചെയ്തു എന്നൊരു കേസ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരോ അവരനുയായികളും കൊടുത്തിട്ടില്ല. പിന്നെ എന്താണുള്ള കേസ്? അത് 990 ജനുവരി 6-ാം തീയതി ചേരുന്ന ഒരു മുശാവറ. ആ മുശാവറ ചേരുന്നത് ഒരാളെ മാത്രം അതിൽ നിന്ന് പുറത്താക്കാനാണ്. ആ മുശാവറ അന്ന് നടക്കരുതെന്നുള്ള ഒരു സ്റ്റേ എന്ന് പറഞ്ഞാൽ അത് കേസല്ല. സ്റ്റേ എന്ന് പറയുന്നത് എന്താണ്? തൽക്കാലം അതിനൊന്ന് നിർത്തിവെക്കുക എന്നേ ഉള്ളൂ. അത് മറ്റൊരു അഫിഡവിറ്റുകൊണ്ട് അത് വെക്കറ്റ് ചെയ്തു പോകും. ഇങ്ങനെ ഇതും 10 ദിവസം കൊണ്ട് വെക്കറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ജനുവരി 16 രണ്ടാമത് യോഗം ചേർന്നിട്ടുണ്ട്. ആ യോഗം ചേർന്ന് ഈ സ്റ്റേ നീങ്ങിയതുകൊണ്ടാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്റ്റേ കൊടുത്തതാണ് കേസ് എന്ന് പറയുന്നത്. എന്നിട്ട് പിന്നെ ഒരു കേസ് രണ്ടാമത് കേസായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ കേസ് ഏതാണ്? അത് ജനുവരി 16-ാം തീയതി ചേർന്ന മുശാവറയിൽ നിന്ന് മഹാനായ താജുൽ ഉലമ അന്നുള്ള തീരുമാനങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഇറങ്ങിപ്പോന്നപ്പോൾ
ഓരോരുത്തരെയും സ്വന്തം അഭിപ്രായ പ്രകാരം 10 ആളുകളും കൂടി അതിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. അപ്പൊ അന്ന് ചേർന്ന 21 ആളുകളാണെന്ന് ആകെയുള്ളത്. അതിലുള്ള 11 പേരും അന്ന് ഇറങ്ങിപ്പോന്നു. ഇറങ്ങിപ്പോന്നിട്ട് അപ്പൊ തന്നെ വേറെ മുഷാവറ രൂപീകരിച്ചിട്ടില്ല. ഇത് ജനുവരിയിലാണ്, ജനുവരി 16-ാം തീയതി. അങ്ങനെ ഫെബ്രുവരി 16-ാം തീയതി, അപ്പൊ ഒരു മാസമായി. പിന്നെ ആ ഫെബ്രുവരിയിലുള്ള 12 ദിവസം പിന്നെയുമുണ്ട്. അപ്പൊ ഒരു മാസവും 12 ദിവസവും. പിന്നെ മാർച്ച് 4, 5, അപ്പൊ 4 വരെ കൂട്ടാം. അപ്പൊ ഒരു മാസവും 16 ദിവസവും കഴിഞ്ഞിട്ടാണ് സമസ്തയുടെ പുനഃസംഘടന വരുന്നത്. അത് തന്നെ സ്വകാര്യത്തിലല്ല, ഏതെങ്കിലും ഒരു ഓഡിറ്റോറിയത്തിൽ കൂടിയതല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ വീട്ടിലെ ഓഫീസ് റൂമിൽ കൂടിയതല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മദ്രസയിലോ മറ്റോ കൂടിയതല്ല. പോസ്റ്റർ അടിച്ച് പ്രസിദ്ധപ്പെടുത്തി ആലിമീങ്ങളുടെ ഇങ്ങനെ യോഗം ചേരുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പ്രവേശനം ആലിമീങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ആരാണ് പ്രവേശിക്കേണ്ടത് ആ യോഗത്തിൽ? അൽഫിയ, ഫത്ഹുൽ മുഈൻ, തഫ്സീർ, മിശ്കാത്ത് എന്നീ കിതാബുകൾ. അപ്പൊ അതിന് താഴെയുള്ളതൊക്കെ അതും ഓതണല്ലോ. അത് ഗഹനമായി ഓതിപ്പഠിക്കുകയും അത് കഴിവുള്ളവരുമായ ആളുകളെയാണ് ഇതിന്റെ മുശാവറയിലെ ജനറൽ ബോഡി മെമ്പർമാരായി പരിഗണിക്കുന്നത്. അങ്ങനെയുള്ള 5000-ത്തിലധികം ആളുകൾക്ക് പോസ്റ്റൽ ഓർഡറായിട്ട് കത്തയച്ചിരിക്കുകയാണ്. പോസ്റ്റൽ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്നെക്കാൾ തിരിയുന്നവർ കേൾക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടാകും. ഒരു ഫോം, പോസ്റ്റ് ഓഫീസിൽ നിന്ന് വാങ്ങുന്ന ഒരു ഫോം. അതിൽ 3 ആളുകൾ അഡ്രസ് എഴുതാൻ അതിൽ സൗകര്യമുണ്ടാകും. ആ 3 ആൾ അഡ്രസ് എഴുതി അത് കൊടുക്കുക. അതിന് ചെറിയൊരു ഫീസ് ചുമത്തും, അതും കൊടുക്കുക. ഇതിന്റെ അർത്ഥം എന്താണ്? ഇവരുടെ പേരിൽ കത്ത് ഇവിടുന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവർക്ക് കിട്ടിയെന്നുള്ളതല്ലോ, പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇല്ലാന്ന് നിഷേധിക്കാൻ പറ്റില്ല, അതിനുവേണ്ടിയ. അങ്ങനെ 5000-ൽ-അധികം വരുന്ന പണ്ഡിതന്മാർക്കും ഈ രൂപത്തിൽ കത്തെഴുതി. സമസ്ത മുശാവറയിൽ അന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്ന, അന്ന് 35 ആളുകളാണ് അന്ന് 40 അംഗ മുശാവറയിൽ ജീവിച്ചിരിപ്പുള്ളവർ. അതിൽ പറ്റേ അവശരായ 4-5 ആളുകളുണ്ട്. അവർക്ക് കത്തയച്ചിട്ടും യോഗത്തിന് വരാൻ സാധ്യമല്ല. എന്നാലും ഈ 35 ആളുകൾക്കും രജിസ്ട്രേഡ് കത്തയച്ചു, ആധികാരികമായിട്ട് തന്നെ. കാരണം ഈ കത്തവർക്ക് കിട്ടിയെന്നുള്ളതിന്റെ അക്നോളജ്മെന്റ് തിരിച്ച് കത്തയച്ചവർക്ക് തിരിച്ചു കിട്ടിയിട്ടുമുണ്ട്. അങ്ങനെ കത്തയച്ച കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനും കത്തയച്ചിട്ടുണ്ട്, ശംസുൽ ഉലമക്കും കത്തയച്ചിട്ടുണ്ട്, കെ.ടി. മുസ്ലിയാർക്കും അയച്ചിട്ടുണ്ട്, കോട്ടുമൽ ഉസ്താദിനും അയച്ചിട്ടുണ്ട്, എ.കെ. അബൂബക്കറിനും അയച്ചിട്ടുണ്ട്, എല്ലാവർക്കും അയച്ചിട്ടുണ്ട്. ഇങ്ങനെ കത്തയച്ച് ആധികാരികമായിട്ടാണ് ജനറൽ ബോഡി വിളിക്കുന്നത്. ആരാണ് വിളിക്കുന്നത്? സമസ്തയുടെ സീനിയർ വൈസ് പ്രസിഡന്റ്. 978-ന് ശേഷം നടന്ന 11 കൊല്ലത്തെ അധിക യോഗങ്ങളിലും അധ്യക്ഷം വഹിച്ചത് ബഹുമാനപ്പെട്ട താജുൽ ഉലമയായിരുന്നു സീനിയർ വൈസ് പ്രസിഡന്റ്. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദുള്ള യോഗത്തിൽ പോലും ബഹുമാനപ്പെട്ടവർ കുഞ്ഞിക്കോയ തങ്ങൾ അഥവാ ഉള്ളാളത്ത് മുതലിനാവരെ ഉള്ളാളത്ത് മുതൽ സദ്യസം വഹിക്കട്ടെ എന്ന് പറഞ്ഞ് ആദരിച്ച് ബഹുമാനപ്പെട്ടവരായിരുന്നു. അത്രയധികം സമസ്തയിൽ സ്ഥാനമുള്ളവർ. എന്നാൽ ഇവരുടെ സ്വന്തം അഭിപ്രായത്തിനല്ല. 989 ജനുവരി 16-ാം തീയതി മുശാവറയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ആദ്യം ചെയ്ത പ്രവർത്തനം ഇങ്ങനൊരു യോഗം സംഘടിപ്പിക്കലല്ല. മഹാനായ ശംസുൽ ഉലമ ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ഗുരുവര്യർ കൂടിയാണ്, ഉസ്താദ് കൂടിയാണ്. അതുകൊണ്ട് ഒരു സമവായത്തിലെത്താൻ പറ്റുമോ എന്നാണ് ആദ്യത്തെ ചർച്ച. 2-3 പ്രാവശ്യം ബഹുമാനപ്പെട്ട താജുൽ ഉലമ ശംസുൽ ഉലമയുമായി ബന്ധപ്പെട്ടു. ഫോണിലൊന്നുമല്ല, കത്ത് മുഖേനയുമല്ല, വെള്ളിമാട് കുന്നിലെ തന്റെ വസതിയിൽ നേരിട്ട് ചെന്നു തന്നെ. കാരണം താജുൽ ഉലമക്ക് അതിലൊരു തന്റെ ഉസ്താദാണ്, ആ ഉസ്താദുമായി സംവദിക്കുന്നതിൽ ഒരു കുറവുമില്ലല്ലോ. അങ്ങനെ ചെന്ന് ബന്ധപ്പെട്ടെങ്കിലും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയ്ക്ക് ഏറ്റ സെഹറിന്റെ കാഠിന്യം കാരണം താജുൽ ഉലമയുടെ അഭിപ്രായം ബഹുമാനപ്പെട്ടവർ സ്വീകരിക്കാൻ തയ്യാറില്ല. അങ്ങനെ വന്നപ്പോഴാണ് സുന്നത്ത് ജമാഅത്തിനെ നിലനിർത്താൻ ഇനി സമസ്ത പുനഃസംഘടിപ്പിക്കുകയല്ലാതെ മറ്റ് മാർഗങ്ങളില്ല. കാരണം ജനങ്ങളോട് ആധികാരികമായി പറയണമെങ്കിൽ ആധികാരികമായ ഒരു സംഘടന വേണമല്ലോ. ആ സംഘടന നിലവിൽ വരണം. അതിനുവേണ്ടിയാണ് ഈ പരസ്യമായി കത്തെഴുതി പോസ്റ്റടിച്ച്
തിരൂരങ്ങാടിക്കടുത്ത് 5000-ത്തിലധികം ആളുകൾക്കിരിക്കാൻ സൗകര്യമുള്ള പന്തലൊരുക്കിക്കൊണ്ട് രാവിലെ 9 മണിക്ക് ആദ്യത്തെ ദിവസം ആരംഭിക്കുകയും അന്ന് വൈകുന്നേരം വരെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും പിറ്റേ ദിവസം രാവിലെ പിന്നെയും ആരംഭിച്ച് ഉച്ചയോടുകൂടിയാണ് ഈ ജനറൽ ബോഡി അവസാനിച്ച് പിരിഞ്ഞു പോകുന്നത്. ആ ജനറൽ ബോഡിയിലാണ് മഹാനായ താജുൽ ഉലമ പ്രസിഡന്റും ബഹുമാനപ്പെട്ട ഖമർ ഉലമ ജനറൽ സെക്രട്ടറിയുമായി ഈ സംഘടന പുനഃസംഘടിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ചില ആള് ചോദ്യം, ഇവിടെ കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റ് ആയിട്ടില്ലേ, ശംസുൽ ഉലമ ജനറൽ സെക്രട്ടറി ആയിട്ടില്ലേ, പിന്നെ ഇവരൊന്ന് പുനഃസംഘടിപ്പിച്ച് ഇവർ പ്രസിഡന്റും സെക്രട്ടറിയുമായി വന്നത് അത് ന്യായമാണോ എന്നാണ് അവരുടെ ചോദ്യം. അത് ചില നിയമവ്യവസ്ഥകൾ മനസ്സിലാക്കാത്തവരെ ചോദിക്കും. ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഈ സംഘടനയും ഈ ഇന്ത്യയിലെ സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തൊരു സംഘടനയാണ്. ആ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഭരണഘടനയുടെ കോപ്പിയും കൂടി ഈ രജിസ്റ്റർ ഓഫീസിൽ കൊടുക്കണം. ആ രജിസ്റ്റർ ഓഫീസിൽ കൊടുത്ത കോപ്പിയിൽ കാണാം, ഭരണഘടനയിൽ കാണാം, ഈ മുഷാവറ എന്ന വർക്കിംഗ് കമ്മിറ്റിയിലെ ആധികാരിക തീരുമാനങ്ങളെടുക്കാൻ സർവ്വ അധികാരങ്ങളും ഉള്ളത് അതിന്റെ ജനറൽ ബോഡിക്കാണ്. അപ്പൊ ജനറൽ ബോഡിയേക്കാൾ അതിലൊരാളും പ്രസിഡന്റോ സെക്രട്ടറിയോ ആരോ ആകട്ടെ, അവരൊന്നും ജനറൽ ബോഡിക്ക് അതീതമാണ്, അതിന്റെ പുറത്തല്ല. ജനറൽ ബോഡി എടുക്കുന്ന തീരുമാനം ഇവർക്കൊക്കെ ബാധകമാണ്. അങ്ങനെയാണ് തീരുമാനമെടുക്കേണ്ടത്. അതാണ് ഭരണഘടന. ആ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടാണ് ജനറൽ ബോഡി ചേർന്ന് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അവർകൾ രോഗം കാരണം ശയ്യാലംബിയാണ്, വീട്ടിൽ വിശ്രമത്തിലാണ്, എവിടെയും ജോലി ചെയ്യുന്നില്ല, ജോലി ചെയ്യാൻ കഴിയില്ല, നിർത്താൻ കഴിയില്ല, യാത്ര ചെയ്യാൻ വളരെ പ്രയാസമാണ്. 1-2 ആളുകൾ താങ്ങി പിടിച്ചിട്ട് വേണം വാഹനത്തിൽ കയറ്റാൻ. അങ്ങനെ ക്ഷീണിതനായി തന്റെ വീട്ടിൽ ഖുർആനോത്തും ദിക്റും സ്വലാത്തുമായി വീട്ടിൽ ചെല്ലുന്ന ആളുകളോട് എന്തെങ്കിലും പത്തവ ചോദിക്കുകയോ കാര്യങ്ങൾ അന്വേഷിക്കുകയോ ചെയ്യുമ്പോൾ അവർക്ക് പറഞ്ഞുകൊടുത്ത് വീട്ടിൽ വിശ്രമിക്കുകയാണ്. അപ്പൊ യോഗത്തിന് വരാനോ ഒരു യോഗം നിയന്ത്രിക്കാനോ ഉള്ള ഒരു ശാരീരിക അവസ്ഥയല്ല ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനുള്ളത്. അങ്ങനെയുള്ള ഒരാളെ പ്രസിഡന്റാക്കി വെച്ചതുകൊണ്ട് പ്രയോജനം ഇല്ല. മഹാനായ താജുൽ ഉലമ കണ്ണിയത്ത് ഉസ്താദിനെ സമീപിച്ച് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും അത് ഉള്ളാളത്തെ മുതലിച്ച് തന്നെയാണ് അതൊക്കെ നേതൃത്വം കൊടുക്കേണ്ടത്. എനിക്കതിന് കഴിയാതെ വന്നല്ലോ എന്ന് ബഹുമാനപ്പെട്ടവർ തങ്ങളോട് പറയുകയും ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ ആശീർവദിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ജനറൽ സെക്രട്ടറി എന്തുകൊണ്ട് മാറ്റി എന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞതുപോലെ ഈ സെഹർബാധ കാരണമാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ മുബത്തദീങ്ങളോടൊപ്പം മുതലക്കുളം മൈതാനിയിൽ സംബന്ധിച്ചപ്പോൾ അതിലുള്ള കടുത്തൊരു മുബത്തദി, ഒരു മുജാഹിദുൽ ഇസ്ലാം എന്നു പേരുള്ള കടുത്തൊരു മുജാഹിദ് 3 തലാഖും ചൊല്ലിയാൽ 1 തലാഖേ പോവുകയുള്ളൂ എന്ന ഇസ്ലാമിക വിരുദ്ധ പ്രസംഗം നടത്തിയപ്പോൾ ശംസുൽ ഉലമക്കേറ്റ സിഹർ കാരണം ബഹുമാനപ്പെട്ടവർക്ക് അതിന് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇനിയും ഇങ്ങനെയുള്ള ചില അഭിപ്രായങ്ങളും മറ്റു പല കാര്യങ്ങളും പല ഭാഗത്തുനിന്നും വരുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടന വരക്കൽ മുല്ലക്കോയത്തങ്ങൾ സ്ഥാപിച്ച് ഇവിടെ പ്രവർത്തിച്ചു വന്നത്. അതിന് ഭംഗം വന്നാൽ ഇവിടെ സുന്നത്ത് ജമാഅത്ത് അതിന്റെ പ്രവർത്തനം നിലച്ചുപോകും. അതുകൊണ്ട് നമുക്കിത് പുനഃസംഘടിപ്പിക്കുക എന്ന ആശയം ചർച്ച ചെയ്തുകൊണ്ടാണ് ഈ പുനഃസംഘടന ഇവിടെ വന്നത്. പിന്നെ ഇവർ രണ്ടുപേരും യോഗത്തിൽ സംബന്ധിച്ചിട്ടുമില്ല. അപ്പൊ ആ നിരക്കും ഉള്ളവരെ 40 മെമ്പർമാർ അതിൽ നിന്ന് തെരഞ്ഞെടുത്തു. അതിൽ നിന്ന് പ്രസിഡന്റും സെക്രട്ടറിയെയും തെരഞ്ഞെടുത്തു വന്നു. അതിനുശേഷം കോഴിക്കോട് മുൻസിഫ് കോടതിയിൽ അപേക്ഷ കൊടുത്തത് ശരിയാണ്. ഇങ്ങനെ ഇത്രാം തീയതി ചേർന്ന യോഗ തീരുമാനപ്രകാരം ഇത് പുനഃസംഘടിപ്പിച്ച് അതിന്റെ നേതൃത്വം ഇപ്പോൾ ഇന്നവരുടെ കൈകളിലാണ്. അതുകൊണ്ട് അതിന്റെ റെക്കോർഡുകൾ, അതിന്റെ ഓഫീസുകൾ, സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ഈ സംഘടനയ്ക്ക് ഏൽപ്പിച്ചു തരാൻ ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിടണമെന്ന് പറഞ്ഞ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. അത് കണ്ണിയത്ത് ഉസ്താദിനെ കോടതി കയറ്റാനല്ല, ശംസുൽ കയറ്റാനുമല്ല, ഒരാരും നിങ്ങളെ കയറ്റാനും അല്ല. ഈ റെക്കോർഡുകൾ കിട്ടാനാണ്.
ഇതിന് അവർക്ക് കോടതിയിൽ നിന്ന് നോട്ടീസ് വന്നപ്പോൾ അവർ മറുപടി കൊടുത്തു. ഇത് ഞങ്ങൾ തന്നെയാണ് സംസ്ഥാന സെക്രട്ടറി പ്രസിഡന്റ്. അതിനവർ പറയുന്ന ന്യായം, ഓഫീസ് ഞങ്ങളുടെ കൈവശമാണ്, മിഡ്സ് ബുക്ക് ഞങ്ങളുടെ കൈവശമാണ്, സ്ഥാപന ജംഗമ സ്വത്തുക്കൾ ഞങ്ങളുടെ കൈവശമാണ്, അതുകൊണ്ട് ഞങ്ങൾക്കാണ് ഇതിന് അധികാരം. അപ്പോൾ ഒരു സംഘടന തമ്മിലുള്ള ഒരു പ്രശ്നമാണ്, വ്യക്തികൾ തമ്മിലുള്ള ക്രിമിനൽ പ്രശ്നമല്ല. അതുകൊണ്ട് അത് കുറച്ച് താമസിച്ചാലും തരക്കേടില്ല. കേരളത്തിൽ സംഘടനക്കിടയിൽ സംഘർഷമുണ്ടാകേണ്ടെന്ന് മനസ്സിലാക്കി കോടതി ഒരു ഉത്തരവിട്ടു. ഈ കാര്യങ്ങളൊക്കെ അവരുടെ കൈവശമായതുകൊണ്ട് സ്റ്റാറ്റസ് കോ എന്ന ഒരു തത്വമുണ്ട്, ഒരു നിയമമുണ്ട് കോടതിയിൽ. അഥവാ ഇതൊക്കെ ഇവരുടെ കയ്യിലായതുകൊണ്ട് നിങ്ങൾ കോടതിയിൽ വന്ന് ഇത് വാദവും പ്രതിവാദവും നടത്തണം. എന്നിട്ട് ആർക്കാണ് ഈ സംഘടനയുടെ അധികാരമെന്ന് കോടതി തീരുമാനിക്കണം. തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ സംഘടനയ്ക്ക് ഈ റെക്കോർഡുകളും ഈ സ്ഥാപന ജംഗമ സ്വത്തുക്കളും അതിന്റെ മറ്റെല്ലാ കാര്യങ്ങളും അവർ വിട്ടുകൊടുക്കണം. അതുവരെ ഒരു അമാനത്ത് അഥവാ സൂക്ഷിപ്പ് സ്വത്തായിട്ട് ഇതൊക്കെ നിങ്ങളെ ഏൽപ്പിക്കുന്നു. ഇത് മറുപടിയും കൊടുക്കും. എന്നിട്ട് ആ കേസ് ആ കോടതി ഫയലിൽ സ്വീകരിച്ച് അതിന്റെ വാദവും പ്രതിവാദവും 1990 മുതൽ അഥവാ 25 കൊല്ലമായി, 25 കൊല്ലത്തിലധികമായി അത് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. കൊല്ലത്തിൽ 2 or 3 പ്രാവശ്യമേ ഉണ്ടാകൂ. അതിന് ഒരു ഭാഗത്തുള്ള ആലിന്യങ്ങളും പോകലില്ല. നാം നിശ്ചയിച്ച വക്കീൽ, അവർ നിശ്ചയിച്ച വക്കീലും. വക്കീലിന്റെ പേരൊന്നും നമ്മളാരും പഠിക്കലില്ല, അതിന്റെ ആവശ്യവുമില്ല. അവരെടുക്കും. അപ്പൊ എന്തെങ്കിലും ഒരു തടസ്സവാദം മറ്റൊരു ഉന്നയിക്കും. എന്നാ കേസ് അടുത്ത 3 മാസത്തിനപ്പുറം 4 മാസത്തിനപ്പുറം കുറച്ച് പറയും. അവർ തിരിച്ചു പോരും. അവർ ഇന്ന തീയതി കേസുണ്ടായിരുന്നു എന്ന് അറിയിക്കും. 2 കൂട്ടരും വക്കീലിനുള്ള ഫീസ് കൊടുക്കും. അങ്ങനെ 25 കൊല്ലമായിട്ട് ഇങ്ങനെ ഫീസും കൊടുത്ത് വക്കീലുമാര് പറഞ്ഞു നടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് മറുഭാഗത്തുണ്ടായിരുന്ന മഹാനായ കടിയത്തുസ്താദ് ഒപ്പാത്തായിപ്പോയി, ശംസുലം ഒപ്പാത്തായിപ്പോയി, അന്നുണ്ടായിരുന്ന പല മുഷാവറാമ്പർമാരും ഒപ്പാത്തായിപ്പോയി. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഒപ്പാത്തായിപ്പോയി, ഉസ്താദ് ഒപ്പാത്തായിപ്പോയി, അണ്ടോൺ ഉസ്താദ് ഒപ്പാത്തായിപ്പോയി. അങ്ങനെയുള്ള പലരും മാനിപ്പം ഷിയർ പോലെയുള്ള പലരും ഈ ഭാഗത്തും ഒപ്പാത്തായി. കേസ് അങ്ങനെ നടക്കുന്നുണ്ട്. ചിലപ്പോൾ ഇനിയും ഒരു 25 കൊല്ലം പോയി എന്ന് വരും. എന്നിട്ടായിരിക്കും ചിലപ്പോൾ ഇത് തീരുമാനമാകുന്നതെങ്കിൽ ആ തീരുമാനമനുസരിച്ചാണ് പിന്നെ ഈ സ്ഥാവര ജംഗമ സ്വത്തുക്കളൊക്കെ അത് കൈമാറുക. പിന്നെ 2 കൂട്ടരും സമസ്ത എന്ന് പറയുന്നുണ്ടല്ലോ എന്നാണ് രണ്ടാമത് അദ്ദേഹത്തിന് ചോദ്യം. ഇത് 15 മിനിറ്റ് എന്ന് പറഞ്ഞത് 17 മിനിറ്റ് ആയതുകൊണ്ട് ഞാനിപ്പോൾ നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് നേരത്തെ ഞാൻ പറഞ്ഞ തീരുമാനമനുസരിച്ച് 15 മിനിറ്റുള്ള 2 ക്ലിപ്പുമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ 15 മിനിറ്റുള്ള ഒറ്റൊന്നുമാണെങ്കിൽ അങ്ങനെ, അത് നിങ്ങളുടെ അഭിപ്രായ സമവായത്തിലെത്തുക. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും.